ഹലോ, എല്ലാവരും എന്ത് പറയണ്? അടിപൊളിയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് എനിക്ക് ഡേ ഓഫാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് നിങ്ങളായിട്ട് കുറച്ച് ഞങ്ങൾക്കറിയാവുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന ഒരു കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ നമ്മൾ 9 വർഷം ന്യൂസിലൻഡിൽ നിന്ന് താമസിച്ചിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ന്യൂസിലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തപ്പോൾ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പം മൂവ് ചെയ്യുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ രണ്ടാളിലും ജോലി പെർമനന്റ് ജോലിയായിരുന്നു. പിന്നെ അത്യാവശ്യം വീടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം അത്യാവശ്യം ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ കിഡ്സ് നമ്മുടെ ഇളയ പിള്ളേര് ട്വിൻസ് ആകെ 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എന്തിനാ എത്ര പെട്ടെന്ന് തന്നെ ഇവിടേക്ക് മൂവ് ചെയ്യുന്നത്? കുറച്ച് കൂടി കഴിഞ്ഞിട്ട് മൂവ് ചെയ്താൽ പോരെ? എന്തിനാണ് മൂവ് ചെയ്യുന്നത്? സ്പെഷ്യലി എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ബ്രദർ ഏവിയേഷനിലാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിക്കും, ന്യൂസിലാൻഡ് അവൻ എപ്പോഴും പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കൺട്രിയിൽ നിന്ന് മാറി എന്തിനാണ് നിങ്ങൾ മൂവ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞു നമ്മളോട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര് ചോദിച്ചു. ഈവൻ നമ്മൾ നാട്ടിൽ ചെന്നപ്പോൾ പോലും ഈവൻ മൂവ് ചെയ്തതിന് ശേഷം ചോദിച്ചു, എന്തിനാ നിങ്ങൾ മൂവ് ചെയ്തത്? അങ്ങനെ അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരുപാട് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മൂവ് ചെയ്താൽ, അതായത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മൂവ് ചെയ്താൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൂവ് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ള ഒരു നമ്മുടെ ഒരു വ്യൂ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം നമുക്ക് അങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, കാരണം ഞങ്ങളത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റൂല. അപ്പോൾ ബിജുവിനെ സംബന്ധിച്ച് എന്താണ് ഏറ്റവും ഒരു ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം മൂവ് ചെയ്യാനുള്ള? കാരണം ഞങ്ങളുടെ ഇപ്പം ഇതിനകത്ത് ഒരു ഡിസിഷൻ, ഈ മൂവ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുത്തത് സത്യം പറഞ്ഞ ബിജോയാണ് അല്ലെ? കാരണം എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല. കാരണം പെണ്ണുങ്ങളെ സംബന്ധിച്ച് നമ്മൾ വൺസ് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ, പ്രത്യേകിച്ചും എൻ്റെ വർക്ക് പ്ലേസിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ലൊരു പുലിയായിട്ട് നമ്മൾ നടക്കുമായിരുന്നു ആ സമയത്ത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇനി പിന്നെ ഒരു വർക്ക് പ്ലേസിൽ സ്റ്റാർട്ട് ചെയ്യണം, അതൊക്കെ കുറച്ച് എന്താ പറയാ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ്. എന്നെ സംബന്ധിച്ച് എനിക്കത് ഇച്ചിരി കുഴപ്പമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ആയി പോവും. പക്ഷെ എന്നാലും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തുനിന്ന് മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, എന്താ പറയുക, നമുക്കൊരു വിഷമം, കൺസേൺഡ് ആയിരുന്നു സത്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ മൂവ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം എന്താ പറയാൻ പറ്റുക? അപ്പോൾ ഞങ്ങൾ മൂവ് ചെയ്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് വെതറാണ്. ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ക്വീൻസ്ലാൻഡിൽ നല്ല വാം ആയിട്ടുള്ള വെതറാണ്. വിന്റർ വളരെ കുറവാണ് ഇവിടെ, മൈനസിലേക്കൊന്നും വരുന്നില്ല. ഒരു മാക്സിമം ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വിന്റർ ആണ്, ജൂൺ തുടങ്ങി വിന്റർ ആണ്. ഒരു രാവിലെ ഒരു 8 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഒരു ജൂൺ ജൂലൈ മാത്രമേ ഉള്ളൂ ഒരു വിന്റർ. എന്നാൽ ഒരുപാട് തണുപ്പൊന്നുമില്ല. പിന്നെ ഇവിടെ നല്ല ബാക്കി ഈവൻ വിന്റർ ആണെങ്കിൽ പോലും ഡേ നല്ല വാമായിരിക്കും. നമുക്ക് ജാക്കറ്റ് അങ്ങനെ വേണമെന്നില്ല, രാവിലെ മാത്രമേ കുറച്ച് തണുപ്പുണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ ന്യൂസിലാൻഡിനെ സംബന്ധിച്ച് നമുക്കൊരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിന്റർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ന്യൂസിലാൻഡില് ഇപ്പോ വിന്റർ കൂടി വരുവാണ്. എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു 8 മാസക്കാലം എനിക്ക് തണുപ്പായിട്ടാണ് തോന്നുന്നത്. ഈവൻ ചിലപ്പോ മൈനസ് ഒക്കെ പോവും, വല്ലപ്പോഴും മൈനസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കാരണം ഞങ്ങളിപ്പോ ന്യൂസിലൻഡിൽ ഞങ്ങൾ ഹാമിൽട്ടൺ ആയിരുന്നു കേട്ടോ. ഹാമിൽട്ടൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വാം ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അതെ വാമാണ്. പിന്നെ കാറ്റിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. തണുപ്പ് മാത്രമല്ല, കാറ്റും കൂടി അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിക്കായി പോകും. ഈവൻ നമ്മളിപ്പോ പുറത്തേക്ക് നോക്കുമ്പോ സണ്ണി ആയിട്ട് നമുക്ക് തോന്നിയാലും ചിലപ്പോ ആ തണുത്ത കാറ്റുണ്ടാവും. ആ കാറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സിക്കാവുകയും ചെയ്യും, ഭയങ്കര തണുപ്പുമാണ്. ഇത് എല്ലാവരുടെയും പ്രശ്നമല്ല, ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോ ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നിങ്ങളിപ്പോ തണുപ്പാണ് ഇഷ്ടപ്പെടുന്നവര് ആണെങ്കിൽ ഇപ്പൊ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഓസ്ട്രേലിയയിൽ കുറച്ച് ഏരിയ ഇപ്പൊ വിന്റർ ആയിട്ടുള്ള ഇപ്പൊ മെൽബൺ, അങ്ങനത്തെ സിഡ്നി, അവിടെയൊക്കെ ഇപ്പൊ വിന്റർ സ്ട്രോങ് ആയിട്ടുള്ള വിന്റർ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ തണുപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ? അതെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ന്യൂസിലാൻഡിൽ പോലും തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ന്യൂസിലാൻഡ് ജിയോഗ്രഫി പോലെ മൗണ്ടൻ ഏരിയ ആണെങ്കിൽ ഇവിടെയും തണുപ്പുള്ള ഏരിയകളുണ്ട്.
പിന്നത്തെ നെക്സ്റ്റ് ഒരു റീസൺ എന്ന് പറയുന്നത് വീട് ഹൗസ് ന്യൂസിലാൻഡില് കമ്പയറിങ് ഓസ്ട്രേലിയ ഇവിടെ കുറെ കൂടി ചീപ്പാണ്. പിന്നെ വലിപ്പത്തിന്റെ ഒരു ഇതിനകത്താണെങ്കിലും സൈസ് നല്ല ഭയങ്കര വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. താമസിച്ചോണ്ടിരുന്നേക്കാളും ഡബിൾ സൈസ് ഉണ്ട് ഇപ്പോഴത്തെ ഹൗസ്. അതെ, നമ്മുടെ പണ്ടത്തെ വീടിനേക്കാൾ ഒരു ഡബിൾ സൈസ് ഉണ്ട് ഇപ്പോഴത്തെ ഹൗസ്. സെയിം പ്രൈസിനാണ് നമുക്ക് കിട്ടിയെന്ന് പറയാം അല്ലെ. അഫോർഡബിൾ പ്രൈസ് ആണ്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ന്യൂസിലാൻഡിൽ ഇപ്പൊ നമ്മള് കുറെയൊക്കെ നമ്മുടെ അനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റി. പക്ഷെ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ രീതിയിൽ പ്ലാൻ അങ്ങ് അവിടെ ചെയ്യാനും പറ്റും. പക്ഷെ പ്രൈസ് കൂടുതലാണ്. നമ്മൾ ഓരോരോ മോഡിഫിക്കേഷൻ ചെയ്യുന്ന അനുസരിച്ച് അപ്ഗ്രേഡ് അനുസരിച്ച് ഭയങ്കര പ്രൈസ് കൂടിപ്പോ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമൊക്കെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മുടെ ഇഷ്ടത്തിന് കുറെയൊക്കെ നാട്ടിലത്തെയൊക്കെ പോലെ ഒക്കെ ചെയ്യാൻ പറ്റും. മോഡലുകൾ കുറെയൊക്കെ ഉണ്ട് അങ്ങനെ. അതെ, ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷൻ സാലറി. നമുക്ക് എല്ലാവർക്കും പൈസ തന്നെയാണല്ലോ ഒരു ഓൾമോസ്റ്റ് ഒരു വലിയൊരു ഘടകം എന്ന് പറയുന്നതില്ല. അതിനകത്ത് സാലറി വൈസില് ഇപ്പൊ സാലറി അവിടെയും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോ നേഴ്സസ്മാരുടെ സാലറി വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അവിടെ ന്യൂസിലാൻഡിലും സാലറി ഓൾമോസ്റ്റ് ഈക്വൽ ടു ഓസ്ട്രേലിയ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്ന ടൈമില് ഭയങ്കര മാറ്റാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ കുറച്ച് പീനൽ റേറ്റ്സും ഒക്കെ പീനൽ റേറ്റ്സ് നമ്മൾ 12 o'clock ഷിഫ്റ്റ് PM ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് എനി ഷിഫ്റ്റ് ഫിനിഷിംഗ് ആഫ്റ്റർ 6 o'clock 6 PM പീനൽ റേറ്റ്സിന് എലിജിബിൾ ആണ്. അന്നേരം നമുക്കതൊരു $6 അഡീഷണൽ ഓൺ ടോപ്പ് ഓഫ് നമ്മുടെ ബേസ് അവറിലെ റേറ്റിനേക്കാളും കൂടുതൽ കിട്ടും. പിന്നെ ഒപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റും ഉണ്ട് ഇവിടെ. ആദ്യത്തെ $18,000 ടാക്സ് ഇല്ല എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത് ഈ നമ്മുടെ സാലറി പാക്കേജ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് പബ്ലിക് ഹോസ്പിറ്റലുണ്ട്. പിന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അത് കിട്ടുന്നത്. എല്ലാ പബ്ലിക് ഹോസ്പിറ്റലും അങ്ങനത്തെ ഓർഗനൈസേഷൻ ആണ്. അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ $18,000 കൂടാതെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്കൊരു $9,000 കൂടി നമുക്ക് ടാക്സ് ഇല്ലാതെ നമുക്ക് എടുക്കാം. പിന്നെ പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ആണെങ്കിൽ അവിടെ $16,000 സംതിങ് കൂടി നമ്മൾ ആദ്യം പറഞ്ഞ $18,000 കൂടാതെ എടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ 16,000 പ്ലസ് 18,000 അപ്പൊ തന്നെ 34,000 അല്ലേ. ഫസ്റ്റ് 34,000 നമുക്ക് ടാക്സ് ഇല്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ന്യൂസിലൻഡിൽ അങ്ങനെ ഒരു സംഭവം സ്വപ്നം പോലും കാണാൻ പറ്റില്ല അല്ലേ. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് സൂപ്പർ ആനുവേഷൻ, അതിന് നമ്മുടെ ന്യൂസിലൻഡിൽ കിവി സേവർ എന്നാണ് പറയാ. പക്ഷെ ആ കിവി സേവറും സൂപ്പർ ആനുവേഷനും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെയാ വരുന്നത്? ഇവിടെ എനിക്ക് തോന്നുന്നു നല്ലപോലെ എമൗണ്ട് അവര് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നുണ്ട്. എംപ്ലോയർ ആണ് ഇടുന്നത്, നമ്മൾക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ കിവി സേവർ ആണെങ്കിൽ നമ്മളും ഒരു സർട്ടൻ എമൗണ്ട് ഇടണം. നമ്മള് ഇപ്പൊ ഒരു 3-4% ഇടുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ എംപ്ലോയർ എടുത്തോളൂ. നമ്മൾ 80% ഇടുവാണെങ്കിൽ അവര് മേറ്റ് ഇടുള്ളൂ. നമ്മളും അവരും ഈക്വൽ എമൗണ്ട്സ് ആണ് ഇടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഈവൻ ഇട്ടില്ലെങ്കിലും നമ്മുടെ എംപ്ലോയർ ആവശ്യമില്ല. ഞങ്ങൾക്ക് ന്യൂസിലൻഡ് ആയിരുന്നപ്പോ 9 വർഷം ഉണ്ടായിരുന്നു, ഞങ്ങൾ കിവി സേവർ എടുത്തില്ലായിരുന്നു. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് ഒന്നും അറിയണ്ട, നമുക്ക് എംപ്ലോയർ ഇത്രയും പെർസെൻറ്റേജ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. പക്ഷെ നമുക്കത് എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് അവര് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ജീവിത ചെലവ്, ലിവിംഗ് എക്സ്പെൻസസ് ഒക്കെ എങ്ങനെയാണ്? എക്സ്പെൻസസ് ഇപ്പൊ ന്യൂസിലാൻഡില് ഭയങ്കരമായിട്ട് കൂടി എന്നാണ് നമ്മുടെ ഫ്രണ്ട്സ്. നമ്മള് വന്ന ടൈമില് അത്രയ്ക്കും ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ന്യൂസിലാൻഡ് ഇവിടെ ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്തിട്ട് 3 വർഷമായില്ലേ. 3 വർഷം ആവാൻ പോവാണ്. ജൂൺ 3 വർഷമായി. June 5th നമ്മൾ മൂവ് ചെയ്തത്. ഇവിടെ നമ്മൾ വന്നപ്പോൾ ഉള്ള അതേ പ്രൈസ് ഒക്കെ തന്നെയാണ് പറയുന്നത്. കാര്യം ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിലും നിസാരം പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണല്ലേ, വലിയൊരു മാറ്റമൊന്നുമില്ല. പക്ഷെ മോർഗേജ് റേറ്റിലായാലും ഇവിടെ വേരിയബിൾ റേറ്റ് ഒക്കെ 6.5 അത്രേ വരുന്നുള്ളൂ. പക്ഷെ ന്യൂസിലാൻഡിൽ 7.5 ഉണ്ട്. നമ്മൾ 1% കൂടുതൽ അടയ്ക്കണം.
പിന്നെ നമ്മളിപ്പോ ഇപ്പൊ പ്രോപ്പർട്ടീസ് ഇപ്പൊ കാര്യം പറഞ്ഞു, നമ്മളിപ്പോ ഒരു സെല്ലിംഗ് പ്രോപ്പർട്ടീസ് ആ ഒരു രീതിയിലേക്ക് വന്ന ന്യൂസിലൻഡ് ഓസ്ട്രേലിയ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ വരുന്നത്? ന്യൂസിലാൻഡിൽ ഒരുപാട് പ്രൈസ് കൂടിയായിരുന്നു വീടിന്. പക്ഷേ ഇപ്പോഴത്തെ റിസഷൻ വന്നതിന് ശേഷം പ്രൈസ് വളരെയധികം താഴ്ന്നുപോയി. പക്ഷെ ക്വീൻസ്ലാൻഡിൽ ചെറുതായിട്ട് താഴം പോയെങ്കിലും അത് പോയില്ല. വീണ്ടും ഇവിടെ ഒരുപാട് ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻസും പിന്നെ വേറെ ഇന്റർനാഷണൽ മൈഗ്രൻസും മൈഗ്രൻസിന്റെ ഒരുപാട് തള്ളിക്കയറ്റം ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു പ്രൈസിന്റെ ഹൗസ് പ്രൈസ് ഒക്കെ തന്നെ നല്ല ബാലൻസ്ഡ് ആണ്. കൂടുതൽ കൂടി വരുന്നുണ്ട്. ഇപ്പൊ ഈവൻ ലാൻഡ് സെയിലൊക്കെ ആണെങ്കിലും ഇപ്പൊ മാർക്കറ്റ് നല്ലപോലെ പ്രൈസ് കൂടി വരുവാണ്. ഇപ്പൊ നമ്മളൊരു സെല്ലിംഗ് പ്രോപ്പർട്ടിയുടെ ഇതിനകത്തേക്ക് വരുമ്പോ എങ്ങനെയാണ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്? സെല്ലിംഗ് പ്രോപ്പർട്ടി നമുക്കിപ്പോ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ ടാക്സ് ഒക്കെ ഉണ്ടല്ലോ കാര്യങ്ങള്. ഇപ്പൊ ന്യൂസിലാൻഡിലെ ടാക്സ്, ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി സെല് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് ഇല്ലേ, അതിന്റെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ വരുന്നത്? ന്യൂസിലാൻഡിൽ നമ്മൾ വീട് വിൽക്കുമ്പോൾ അത് ഫസ്റ്റ് ഹോം ബയേഴ്സിന് അവിടെ ആയാലും ഇവിടെ ആയാലും ടാക്സ് അടയ്ക്കണ്ട. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഹോം ആണെങ്കിൽ അത് അത് കുറച്ചുകൂടി ബിഗ് ഏരിയ ആണ്. അത് കുറെ റൂളുകളൊക്കെ ഉണ്ട്. ന്യൂസിലാൻഡിലെ ബ്രൈറ്റ് ലൈൻ പോളിസി അത് വലിയൊരു ഏരിയ ആണ്. അതിനെ കുറിച്ച് വേറൊരു വീഡിയോ ആണെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോ കുറച്ച് പോസിറ്റീവ് പോയിന്റ്സ് അബൌട്ട് ഓസ്ട്രേലിയ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പോൾ ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് 3 years ആയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 3 years ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് തോന്നിയിട്ടുണ്ടോ ഓസ്ട്രേലിയനെ കുറിച്ച്? അതെ, ഡ്രോബാക്സ് എല്ലാ കൺട്രിയും ഉള്ള പോലെ തന്നെ ഓസ്ട്രേലിയക്കും ഉണ്ട്. നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ഡ്രോബാക്സ് എന്തൊക്കെയായിരിക്കും? അപ്പോ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് മെയിനായിട്ട് ഫേസ് ചെയ്ത ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ചൈൽഡ് കെയറിന്റെ ഒരു പ്രശ്നമായിരുന്നു. കാരണം നമ്മുടെ ട്വിൻസിന് ആകെ 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചൈൽഡ് കെയർ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇപ്പൊ എന്തോ റൂള് ചേഞ്ച് എത്രയും കണ്ട് അവേഴ്സ് 16 hours അത്രയും കണ്ട് ഫ്രീ വരുന്നുണ്ട്. കാരണം നമ്മള് മൂവ് ചെയ്ത ടൈമില് നമ്മുടെ പിള്ളേര് 2 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിലാൻഡിൽ 20 hours ചൈൽഡ് കെയർ ഫ്രീ ഉണ്ട് അല്ലെ. ന്യൂസിലാൻഡിൽ അത് ഫ്രീ ആണ് 20 hours ഫ്രീ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഫ്രീയിൽ നിന്നും പെട്ടെന്ന് ഇവിടേക്ക് വന്നപ്പോ നമുക്ക് ഒരു പെർ ഡേ തന്നെ എനിക്ക് തോന്നുന്നു $110. പക്ഷെ സബ്സിഡി ഉണ്ട്. ഒരു $60 വെച്ചാണ് നമ്മൾ ഒരു പെർ ഡേ ഒരു കുട്ടിക്ക്. അപ്പൊ നമുക്ക് 2 പിള്ളേരുള്ളത് കൊണ്ട് നമുക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നല്ലേ വന്ന ടൈമില്. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഡ്രോബാക്ക് ആയിട്ട് എന്ത് പറയാൻ പറ്റും? സ്കൂൾ ഫീസ്. പിള്ളേര് വലുതായി കഴിഞ്ഞാലും അടുത്തത് സ്കൂളിലേക്കാണല്ലോ പോണത്. അപ്പൊ സ്കൂൾ ഫീസ് ഇവിടെ ഭയങ്കര റേറ്റ്. അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പബ്ലിക് സ്കൂളും പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്കൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പബ്ലിക് സ്കൂളിൽ വിടുവാണെങ്കിൽ എല്ലായിടത്തും ഫ്രീ തന്നെയാണ്. അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. ഇപ്പൊ എന്തായാലും ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ തന്നെയാണ്. ഈവൻ അത് ന്യൂസിലാൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഒക്കെ പബ്ലിക് സിസ്റ്റം ഫ്രീ തന്നെയാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ പ്രൈവറ്റിലേക്ക് വിടുമ്പോഴുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ന്യൂസിലാൻഡില് അവിടെ കൊടുത്തോണ്ടിരുന്നത് ജസ്റ്റ് $450 ആയിരുന്നു പെർ ഇയർ കൊടുത്തോണ്ടിരുന്നത്. പെർ ഇയർ ഇത് നമ്മുടെ കാത്തലിക് പ്രൈവറ്റ് സ്കൂൾ തന്നെയായിരുന്നു. പക്ഷെ ആ സെയിം പോലെ തന്നെ കാത്തലിക് സ്കൂളിൽ ഇവിടത്തെ ഫീസ് വരുന്നത് നല്ലൊരു എമൗണ്ട്, 2500 ഒരു കുട്ടിക്ക് ആവും. അതും സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. ഓരോ സ്കൂള് അനുസരിച്ച് 4000 ഉള്ളതുണ്ട്. അതെ, വേറെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രൈവറ്റ് സ്കൂൾസ് തന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ സ്കൂള് 2500, വേറെ സ്കൂളുകൾ 4000 ഉണ്ട്, അങ്ങനെ 3500, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള റേഞ്ചസ് ഉള്ള സ്കൂളുകളുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സെക്കൻഡ് കുട്ടിക്കും 3ാമത്തെ കുട്ടിക്കും നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഡിസ്കൗണ്ട് അത് എല്ലാ സ്കൂളിലും കിട്ടുന്നില്ല. ഇപ്പൊ നമ്മുടെ സ്കൂളിലുണ്ട്, കാത്തലിക് സ്കൂളിലുണ്ട് കുറെ കിലക്ക്. ഇപ്പൊ നമുക്കിപ്പോ 3 കുട്ടികൾക്കും കൂടി 4500, ക്ലോസ് ടു 5000 ആ ഒരു റേഞ്ചിലെ നമുക്ക് 3 കുട്ടികൾക്കും കൂടി വരുന്നുള്ളൂ. ഇയർലി ഫീസ് ആട്ടോ പറയുന്നത്. പ്രൈമറിയിലെ ഫീസാണ്. പ്രൈമറി അപ് ടു 6 ഇയർ 6 വരെ അല്ലെ. ആ ഒരു ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി ന്യൂസിലാൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒരുപാട് അടുത്ത ഒരു കാര്യം ബ്യൂട്ടിഫുൾ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. ഇവിടെ ബ്യൂട്ടിഫുൾ ആണെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ന്യൂസിലാൻഡാണ് കാണാനായിട്ട്. പിന്നെ നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടില്ല കേട്ടോ. ഞങ്ങളൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ പോയിട്ടില്ല.
എന്നാലും നമുക്ക് ഇപ്പോൾ ഈവൻ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ളത് ന്യൂസിലൻഡിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അല്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല, എലഗന്റ് ആണ്. ഇനി എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടോ? ഇപ്പോൾ വേറെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അത് ഈ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. പെൻഷൻ ഓസ്ട്രേലിയയില് പെൻഷൻ ഇവിടെ 66 ഇയേഴ്സ് ഓൾഡ് ആകുമ്പോഴാണ് നമുക്ക് പെൻഷൻ കിട്ടുന്നത്. ക്യൂൻസ്ലാൻഡിൽ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്ത ഏജ് ഒക്കെയാണെന്ന് തോന്നുന്നു. എനിവേ 67 ഇടാം നമുക്ക്. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പെൻഷൻ കിട്ടുന്ന എമൗണ്ട് അതനുസരിച്ച് കുറയും. അപ്പോൾ ഇൻകം അസസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ പെൻഷൻ തരുന്നത് ഓസ്ട്രേലിയയിൽ. പക്ഷെ ന്യൂസിലാൻഡിൽ നമ്മൾ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു പെൻഷൻ അതേ എമൗണ്ട് നമുക്ക് കിട്ടും. അതായത് നമുക്ക് 67 ഇയേഴ്സ് ഓൾഡ് കഴിഞ്ഞാൽ പോലും നമുക്ക് വർക്ക് ഉണ്ടെങ്കിൽ, ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് ജോലി ചെയ്യുന്ന ഇൻകവും കിട്ടും, പെൻഷനും ഒപ്പം തന്നെ കിട്ടും. പക്ഷെ ഏതോ പറഞ്ഞാൽ സെക്കൻഡറി ടാക്സ് കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അതെ, കാരണം അത് സെക്കൻഡ് ഇൻകം ആയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ അത് വലിയൊരു ഡ്രോബാക്സ് ആണ് ഇവിടെ. കാരണം ഇവിടെയുള്ള ആൾക്കാർ ഇപ്പൊ ഇവൻ 67 ഒക്കെ ആയിട്ടും വർക്ക് ചെയ്യുന്നവരാണ് അല്ലെ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അങ്ങനെ എന്നെ സംബന്ധിച്ചത് പ്രശ്നമല്ല, ഞാൻ അതിന് മുന്നേ റിട്ടയർഡ് ആവും. നമ്മൾ ഇന്ത്യക്കാർക്ക് 67 എന്നുള്ളതൊക്കെ ലോങ് ഡിസ്റ്റൻസ് ആണ്. 55, 56. അതെ, നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല, ബാധിക്കില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. അതെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളൊരു ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ഗുണങ്ങൾ ഓസ്ട്രേലിയക്ക് ഉണ്ടെങ്കിൽ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. അതുപോലെ തന്നെയല്ല ന്യൂസിലൻഡിലാണെങ്കിലും കുറെ ഗുണങ്ങളുണ്ട്, പക്ഷെ കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒക്കെ സെയിം ഒക്കെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ വേരിയേഷൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 3 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്, അവിടെ താമസിച്ചു കുറെ നാള്. നമ്മൾ ഹാപ്പി ആണോ ഇവിടെ? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഹാപ്പി ആണല്ലോ, ഞാനിപ്പോ വിന്റർ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാനിവിടെ ഹാപ്പിയാണ്. നമ്മളെ സംബന്ധിച്ചൊരു പ്രൈം ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വെതർ തന്നെയായിരുന്നു. അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് വി ആർ എൻജോയിങ് ഇൻ ഓസ്ട്രേലിയ, വി ആർ എൻജോയിങ്. അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കുറച്ചെങ്കിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയിൽ കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.